എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനാണ്. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജനനി. ജനനിയാണ് ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വസ്ഥ് ഭാരത് പോർട്ടൽ. സ്വസ്ഥ് ഭാരത് പോർട്ടലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രശസ്ത് 2.0. പ്രശസ്ത് 2.0 ആണ് സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 3-ാം സ്ഥാനം. 3-ാം സ്ഥാനമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം. മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം രചിച്ചത് ആരാണ്? മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രശാന്ത് നായർ IAS. പ്രശാന്ത് നായർ IAS ആണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം രചിച്ചത്. ഹാൻഡ വൈറസിലെ ഏതു വകഭേദമാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്? ഹാൻഡ വൈറസിലെ ഏതു വകഭേദമാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി, ആൻഡീസ്. ആൻഡീസ് ആണ് ഹാൻഡ വൈറസിലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വകഭേദം. ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാക്കാൻ ഏത് നിയമത്തിലാണ് കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്? ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാക്കാൻ ഏത് നിയമത്തിലാണ് കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? 2026 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അമ്മയറിയാൻ. അമ്മയറിയാൻ എന്ന സിനിമയാണ് 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ.
2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലവും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണിയും ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലവും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണിയും ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഞ്ചേരി. UDF മഞ്ചേരിയാണ്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലവും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണിയും. RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ. അവകാശികൾ ഇല്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താനാണ് RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെൻറ്റർ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെൻറ്റർ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പാത്ത് ഫൈൻഡർ. പാത്ത് ഫൈൻഡർ ആണ് 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെൻറ്റർ ഉപഗ്രഹത്തിൻ്റെ പേര്. 2026 ജൂൺ 1 പ്രവർത്തനമാരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? 2026 ജൂൺ 1 പ്രവർത്തനമാരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര് എന്താണ്? കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഫോർട്ടിസ് ഫ്രെയിം വർക്ക്. ഫോർട്ടിസ് ഫ്രെയിം വർക്കാണ് കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ശശി ശേഖർ വെമ്പതി. ശശി ശേഖർ വെമ്പതിയെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഗിഗ് തൊഴിലാളികൾക്കായി സർക്കാർ പിന്തുണയോടെയുള്ള പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഗിഗ് തൊഴിലാളികൾക്കായി സർക്കാർ പിന്തുണയോടെയുള്ള പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കർണാടക. കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഗിഗ് തൊഴിലാളികൾക്കായി സർക്കാർ പിന്തുണയോടെയുള്ള പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെ പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന റോബോട്ട് സന്യാസിയായ ഗാബി ഏത് രാജ്യമാണ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെ പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന റോബോട്ട് സന്യാസിയായ ഗാബി ഏത് രാജ്യമാണ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെ പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന റോബോട്ട് സന്യാസിയായ ഗാബി ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. 2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിൻ്റെ പേര് എന്താണ്? 2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേഷൻ സേഫ് പാസേജ്. ഓപ്പറേഷൻ സേഫ് പാസേജ് ആണ്
2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിൻ്റെ പേര്? 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പിണറായി വിജയൻ. പിണറായി വിജയനാണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്നതാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം? ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്നതാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം? ആൻസർ ഓപ്ഷൻ എ, കേരള, തമിഴ്നാട്. കേരളവും തമിഴ്നാടും ചേർന്നാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം നടത്തുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിൻ്റെ പേര് എന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, INS മഹേന്ദ്രഗിരി. INS മഹേന്ദ്രഗിരിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിൻ്റെ പേര്. ഇന്ത്യയിലാദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്പേസ് ടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലാദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്പേസ് ടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കർണാടക. കർണാടകയാണ് സ്പേസ് ടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആരാണ്? 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സുരേഷ് സാം ചാണ്ടി. സുരേഷ് സാം ചാണ്ടിയാണ് 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത്. പ്രഥമ ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ പ്രഗതി 2026 വേദിയായത് എവിടെയാണ്? പ്രഥമ ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ പ്രഗതി 2026 വേദിയായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഉംറോയി. മേഘാലയയിലെ ഉംറോയിയാണ് പ്രഥമ ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ പ്രഗതി 2026 വേദിയായത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ് ആരാണ്? അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അന്നലീന ബെയർബോക്ക്. അന്നലീന ബെയർബോക്കാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ്.